ഈ ഉയർന്ന ബലിപീഠം കിടക്കുന്ന ആ സ്ഥലത്ത് പറയുന്ന പേരാണ് മദ്ബഹ. ഇത് ഹൈക്കല. ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു, മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ സമയത്ത് കർത്താവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മദ്ബഹ സ്വർഗത്തെയും കർത്താവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നു. ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു, ജനങ്ങൾ നിൽക്കുന്ന ഹൈക്കല. ഇനി കുർബാനയിൽ പങ്കുചേരുന്ന ആളുകൾക്കും പ്രത്യേക അർത്ഥമുണ്ട്. വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു. സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. നമ്മളൊക്കെ മരിച്ചു നൽകിയ നാളെ ഇവിടുന്ന് പോകണല്ലോ, അവിടെ ചെല്ലുമ്പോൾ എന്താ നമുക്ക് ജോലി? ദൈവത്തെ പാടി പുകഴ്ത്തുക. ആ വരാനിരിക്കുന്ന സ്വർഗീയ ആരാധന സമൂഹത്തെയാണ് കുർബാനയുടെ സമയത്ത് സമൂഹം സൂചിപ്പിക്കുക. വൈദികനാണെങ്കിൽ ഈശോയെ സൂചിപ്പിക്കുന്നു. ശുശ്രൂഷികളാണെങ്കിൽ മാലാഖമാരെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു, ശുശ്രൂഷികള് മാലാഖമാരെ സൂചിപ്പിക്കുന്നു, സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, കർത്താവിന്റെ കല്ലറസ്ഥി തോട്ടത്തെ സൂചിപ്പിക്കുന്നു. ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു. മുട്ടുകുത്തുന്നത് സഹായാഭ്യർത്ഥന, പശ്ചാത്താപം, ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. നിൽപ്പ് ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓരോ അടയാളങ്ങൾക്കും അർത്ഥമുണ്ട്. അടയാളങ്ങൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബലി അർപ്പിക്കുമ്പോഴാണ് ബലിയർപ്പണം കൂടുതൽ സജീവമായിട്ട് നിർവഹിക്കാൻ സാധിക്കുക.